കോട്ടയം മെഡിക്കൽ കോളേജിലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ദാരുണമായ ഒരു മരണത്തെ മുൻനിർത്തി കേരളത്തിലാകെ കലാപ ആഹ്വാനം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്ന്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെയും പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അധീനതയിലുള്ള നീതി ആയോഗിന് തന്നെ നിരവധി പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ്ങും നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതായി കണ്ടത് കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടു എന്നാണ്. കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്? ദേശീയ ശരാശരി നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 70%. എന്നാൽ കേരളത്തിലത് 33%. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവാർന്ന സമീപനത്തിൻ്റെയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്. അപ്പോൾ വ്യാജ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തിത്തീർക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള മരണത്തെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കലാപം ആഹ്വാനം ചെയ്താൽ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസം ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ദുരന്തമുണ്ടായി. 50-ൽ കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ IPL വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 14-ൽ കൂടുതൽ ആളുകൾ മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ മരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ആദ്യം യൂത്ത് കോൺഗ്രസ് അത്തരം സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ രാജിവെച്ച് പുറത്തു പോകാൻ ആദ്യം ആവശ്യപ്പെടണം. ഇവിടെ മരണത്തെ എത്രമാത്രം അപഹാസ്യമായിട്ടാണ് ഇവർ കാണുന്നത്, എത്രമാത്രം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനൊരു ഘട്ടത്തിലാണ് അവിടെ ഒരു മരണമുണ്ടായത്. ദയനീയമായ ദാരുണമായ നമുക്കെല്ലാം പ്രയാസമുണ്ടാക്കിയിട്ടുള്ളൊരു മരണമാണ്. ആ മരണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഓടിച്ചെന്ന് KPCCയുടെ ഉയർന്ന നേതൃത്വം തന്നെ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. KPCCയുടെ ഒരു ഉയർന്ന നേതാവ് രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ആകുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ് പദ്ധതി? കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും UDFും. അപ്പോൾ എങ്ങനെ ആ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും? അതിന് ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു വിമോചന സമരത്തിൻ്റെ മാതൃകയിൽ ഒരു സമരം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ആശമാരെ രംഗത്തിറക്കി ഒരു ഇടപെടൽ നടത്തിയത്. നിലമ്പൂരിൽ അതാണ് കണ്ടത്. ഇപ്പോൾ കോട്ടയത്തെ സംഭവത്തെ മുൻനിർത്തിയിട്ടും അതാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് കനകോലു ആവിഷ്കരിച്ച 2026 കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കനകോലുവിൻ്റെ ഇലക്ഷൻ തന്ത്രമൊന്നും കേരളത്തിൽ ഏശാൻ വേണ്ടി പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കേരളത്തിൽ അതിശക്തമായി DYFI ഉയർത്തും എന്നാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ MLAമാർക്ക് വീടുണ്ട്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട. അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ
ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ DYFI തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ MLA-മാർക്ക് ഓഫീസുണ്ട്, അവർക്ക് വീടുമുണ്ട്, അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട്. അവിടേക്ക് ഞങ്ങളെക്കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാൻ ഇടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തെരുവിലാകെ കലാപം ഒഴിച്ചുവിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം, ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ്. ഇപ്പോൾ രാജ്യത്താകെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ആരോഗ്യ മേഖലയെ നയിക്കുന്ന വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. വീണ ജോർജിനെ സംരക്ഷിക്കാൻ DYFI രംഗത്തിറങ്ങും. വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ, വീണ ജോർജിനെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും DYFIയും കൂടി ചേർന്ന് പ്രതിരോധിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.